ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബുറൈദയിലുള്ള ഗ്രേപ്പ് ഫാമിലേക്കാണ്. ഗ്രേപ്പ് ഫാമിൽ നമ്മൾ എത്തിയപ്പോൾ തന്നെ നമുക്ക് കാണിച്ച കണ്ടെന്ന് പറഞ്ഞാൽ നിറച്ച് ഓറഞ്ച് തോട്ടങ്ങളും അതുപോലെ തന്നെ ഈന്തപ്പഴത്തോട്ടങ്ങളും നിറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, ഈന്തപ്പഴ കൊല എന്നാ വലുപ്പം നോക്കി, സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി സാധനം. പക്ഷേ ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ, പഴുത്ത് കഴിഞ്ഞാലായിരിക്കും സൂപ്പർ. ഇപ്പോൾ ഇനി ചൂട് അതിന് വേണ്ടിയിട്ടാണ്, ഇത്രയും പഴുത്ത സാധനം ആണെങ്കിലാണ് നമുക്ക് ചൂട് വേണ്ടത്. ഇപ്പോൾ ഈസ ഏതായാലും പാട്ടൊക്കെ പാടി കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ഈസ ഇത് കണ്ടോ, ഈന്തപ്പഴം കണ്ടോ? ഇങ്ങനെ നടന്ന് അകത്ത് വരുമ്പോൾ ഈ രണ്ട് സൈഡിലും ഈന്തപ്പഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വിശാലമായിട്ടൊരു ഷോറൂം നമുക്ക് കിട്ടും. കുറേ ആൾക്കാരൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇവിടുത്തെ പണിക്കാരാന്ന് തോന്നുന്നു, അവന്മാരോട് ചോദിച്ചപ്പോൾ ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറയുന്നു, അറിയത്തില്ല. ഏതായാലും ഞങ്ങൾ വന്നു. അതുപോലെ ഞങ്ങളെപ്പോലുള്ള മലയാളീസ് മാത്രമല്ല, കാരണം നമ്മൾ ബുറൈദ ഗ്രേപ്പ് ഫാം എന്ന് പറഞ്ഞ ലൊക്കേഷൻ കാണിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്ര ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 3:30 ഓപ്പണിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി, 4:40 ആയി. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഗ്രേപ്പൊക്കെ ഉണ്ടെന്നുള്ളതാണ് ചിന്ത. നോക്കാം. ഇവിടെ നമുക്കൊരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഒരു ബോക്സ് തരുന്നത്. അവൻ ഇവിടെ അതേ ബോക്സൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവന് കംസാക്ഷിയും പറഞ്ഞപ്പോൾ അവനോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവനോട് 25 നല്ല പച്ച മലയാളം പറയുന്നു. വായി 25 റിയാലാണ് ഒരു ബോക്സിന്. ഇതുമായിട്ട് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയി പറിച്ചുകൊണ്ട് പോരാം. ഇതിന് പുറകെ തന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് ഒത്തിരി എന്താ പറയുന്നത്, ലേറ്റായിട്ട് കുറച്ചുകൂടെ വരുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു വെയിൽ സമയമായും കൂടെ തന്നെ നല്ല ചൂടടിക്കുന്നുണ്ട്. ഇപ്പോൾ 5 മണിയായിട്ട് തന്നെ ചൂടാണ്. എന്നാൽ നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് തണൽ പോലെയാണല്ലോ മുന്തിരിയുടെ തോട്ടങ്ങൾ. ഇവിടെ കുറേ സംഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അത്തിപ്പഴമുണ്ട്, പിന്നെ നമുക്കത് ചായയും ഗാവയൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇക്ക പറയുന്നത് ഇക്കൊക്കെ ആദ്യം ഗാവ കഴിക്കണം, എന്നിട്ടുള്ള മുന്തിരി പറിയുള്ളതെന്ന് പറയുന്നത്, എന്നിട്ട് മുന്തിരി പറിക്കുന്നതുള്ളതെന്നാണ് ഇക്ക പറയുന്നത്. ഒത്തിരി തോപ്പിൽ രാപ്പാർക്കാൻ വന്നിരിക്കുകയാണ് മുന്തിരി തോട്ടങ്ങളിൽ. ഈ ഒരു അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ. അതൊന്നും ഡയലോഗ് പറഞ്ഞത് ഭയങ്കര ഡയലോഗൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡയലോഗൊക്കെ വരുന്നുണ്ട്. മുന്തിരിത്തോട്ടങ്ങൾ ഞങ്ങൾ രാപ്പാർക്കാൻ പോവാണ് ഗൈസ്. മുന്തിരി കണ്ടു മുന്തിരി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഫസ്റ്റ് മുന്തിരി നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മുന്തിരി. എന്തോ ഇതിനകത്തോട്ട് കയറാം. ആൾക്കാരൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. 3:30 സ്റ്റാർട്ടിങ് ആയതല്ലേ, ഇപ്പോൾ ഏകദേശം 5 മണിയായി. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് ഇനി മുന്തിരി ഉണ്ടോ, അല്ലെങ്കിൽ മുന്തിരി പറിക്കണം, ബോക്സ് നിറയ്ക്കണം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പൊക്കമുള്ളവർക്ക് വലിയ പാടാണ് നടക്കാനായിട്ട്. ഒരു 5 വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴും ഇതുപോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്രയും നടന്നു പോകുന്നുണ്ടോ, പാത്തിയും പിള്ളേരും മാത്രം സുഖമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ കുനിഞ്ഞു കുത്തി ഒരുമാതിരി ഈ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അകിലേക്ക് ഓടി ഇങ്ങനെ മുന്നോട്ട് അങ്ങ് കിടക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് നിറച്ച് മുന്തിരികളുണ്ട്, ഇഷ്ടംപോലെ മുന്തിരിയുണ്ട് കേട്ടോ. ഇതിനകത്തെല്ലാം മുന്തിരിയുണ്ട്. അതൊന്നും ആദ്യം നല്ലൊരു വലിയ കൊല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകണേ. എൻ്റെ പൊന്നെ ഭയങ്കര മധുരം കഴിച്ച് ഞാൻ അമ്മ തരും. ഇന്ന് ആൾക്കാരൊക്കെ കുറേ പേര് ഇത് പറിച്ച് നടക്കുന്നുണ്ട്. കുറേ പേര് ഇതിവിടെ സീറ്റൊക്കെ കിട്ടുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നു. ഇത് നോക്കിയേ, ഇസയുടെ കൊട്ടയ്ക്കകത്ത് ഇത്രയൊക്കെ ആയി. എൻ്റെ പൊന്നെ എന്തുമാത്രം മുന്തിരിങ്ങയെന്നറിയോ, നല്ല മധുരമുള്ള വിളഞ്ഞ മുന്തിരി. നമുക്കിത് സ്വന്തമായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്ത് പറിച്ചെടുക്കാം. പക്ഷെ പറിക്കുന്ന ഇത്തിരി കട്ടിയാട്ടോ. അവരൊരു പ്ലക്കർ തരുന്നുണ്ടായിരുന്നേ, പക്ഷേ ഒരു സിസേഴ്സ് കൊണ്ടുവരാണെങ്കിൽ ഈസിയാണ്. അതെ, സ്വന്തമായിട്ട് സിസറോടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറിക്കാം. കാരണം അവർ ഒരെണ്ണേ തന്നുള്ളൂ, അല്ലെങ്കിൽ 1-2 മേടിക്കായിരുന്നു. ഇതിനിടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് പൊക്കമുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഒന്ന് നിവരാം, നടുവ് നിവർക്കാൻ മാത്രം ഒന്ന് പൊങ്ങുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്തിരി പറിക്കണമെങ്കിൽ കുനിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ.
കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി സംഭവം. ഈ ഒരു ബോക്സ് 25 റിയാലിൽ തന്നിട്ട് നമ്മളെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക, പോയി പറിച്ചോളാൻ. അപ്പം ഇതെങ്ങനെ കളിച്ചാലും ഒരു ഒരെണ്ണത്തിനകത്ത് ഒരു 5-6 കിലോ എങ്കിലും ഒപ്പിക്കാം. അപ്പോൾ 25 റിയാൽ കൊടുക്കുന്ന അത്ര വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പോൾ അവൾ ആ ബോക്സ് നിറച്ച് നമുക്ക് നല്ല പച്ചമുന്തിരി, പക്ഷെ ചുമലമുന്തിരി ഒന്നും കാണുന്നില്ല കേട്ടോ. അത് വേറെ പക്ഷേ ഇത് മധുരമുണ്ട്, നല്ല മധുരമാണ്. കുറച്ച് സ്ഥലത്ത് നമ്മൾ നല്ല ചുമന്ന മുന്തിരിങ്ങ കിട്ടി, അതിലൊരെണ്ണം പറിച്ചുകൊണ്ടുവന്നുണ്ടോ. പക്ഷെ കൂടുതലും പച്ചമുന്തിരി കേട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ കുറച്ച് സ്ഥലത്ത് ചുവന്ന മുന്തിരി ഉണ്ട് കേട്ടോ, എല്ലാം ചുവന്ന മുന്തിരിയാണ്, ചുവന്ന മുന്തിരിയുടെ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷീണിച്ച് അപ്പോഴത്തെ ഇക്ക അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാണ് ബോക്സിൽ. അതെ അതെ, അകലെ വന്നേക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എന്നാ പറയുന്നത്, കരിമ്പങ്കാട്ടിൽ ആനയെ കയറ്റിയാണ് കാര്യങ്ങളൊക്കെ. 25 റിയാലിന് ഒരു ബോക്സും മേടിച്ച് മൊത്തം പറിച്ചേക്കുക ഇനിയായി. എന്നിട്ടും വെയിലും ഉണ്ട്, നല്ല ചൂടും കേട്ടോ, വീർക്കുന്നുണ്ടോ. പിന്നെ ഇതിനകത്തൂടെ ഭയങ്കര ആയാസപ്പെട്ടുള്ള നടപ്പും കൂടെ ആയതുകൊണ്ട് ഇവിടെ അവിടെ ഉണ്ട്. ആയാസപ്പെട്ട് നടക്കുന്നതുകൊണ്ടുള്ള പ്രയാസമുണ്ട്. ഇതിനകത്ത് ഇനിയും ചുമന്ന് റെഡ് കളറുണ്ട്. എന്തോ എങ്ങനെയുണ്ട് മുന്തിരിപ്പാടം കണ്ടിട്ട്? മുന്തിരിപ്പാടമൊക്കെ സൂപ്പറാ. ശരി, പൊക്കം ഇന്ന് ഒരു ഹൈറ്റ് ബാധ്യമായിട്ട് വന്നിവിടെ ഇപ്പോഴാ. അതാണ് ബാധ്യത. എന്നെക്കാട്ടിൽ 2 മീറ്റർ താന്ന ഇക്ക കംപ്ലൈന്റ് പറയുന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ഗൈസ് പാത്തിക്ക് മാത്രം പറ്റും. പാത്തിക്ക് അതെ അതെ, മൊത്തം പറിച്ചുകൊണ്ട് പോയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ആരാ പറയാ എടി കുഞ്ഞെ, അവർ പിടിച്ചു വെക്കും എല്ലാത്തിനും കൊണ്ടുകൂടെ. ഹോളിഡേയ്സുകാർ നമ്മുടെ റിയാദിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അവരോട് പോകണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കാരണമാണ് പറയാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ വന്ന് ബോക്സൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പതുക്കെ എത്തി. അപ്പോൾ അവരുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ റിയാദിൽ നിന്നുള്ളൊരു ടീം ഫുള്ള് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ബസ്സിന് വന്നായിരുന്നു കേട്ടോ, ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ തോട്ടം അങ്ങ് നിറഞ്ഞു. ഇത്ര നേരം കുറച്ച് പേരെ ഉള്ളായിരുന്നു, ചെറിയ ചെറിയ ഫാമിലിയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഉള്ളത്. കൂട്ടത്തിൽ നമ്മുടെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അവരുടെ ബന്ധുവെ കാണാം. അയ്യോ, നിങ്ങളിവിടെ എത്തിയതേ ഉള്ളോ? ഇവരൊക്കെ നമ്മളെക്കാട്ട് മുന്നേ ഇവിടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാ. ഇവരൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. കവറൊക്കെ ആയിട്ട് വന്നു. എക്സ്ട്രാ ഉണ്ടോ കവർ? അതാ പറഞ്ഞേ, ഇവരൊക്കെ ഏതായാലും കവറിനകത്ത് നിറച്ചു കേട്ടോ. നമസ്കാരം. നിങ്ങൾ 9 മണിക്ക് പുറപ്പെട്ടിട്ട് ഇപ്പോഴേ എത്തിയുള്ളൂ അല്ലേ? ഞങ്ങൾ 11:30 വിട്ടതാ. ഹലോ ഹലോ, ഹായ് ഹായ് ഹായ്. അവൻ്റെ അവിടെ ക്ഷീണിച്ചിരിക്കുന്നു. അഭിപ്രായക്കാരനത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ലീം ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട് വന്ന ടീമുകളാണ് റിയാദിൽ നിന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾ വന്നില്ലേ? നിങ്ങളതിൽ വന്നതല്ലേ? അല്ല, സോറി, എനിക്ക് തെറ്റിപ്പോയി. ലീം ഹോളിഡേയ്സിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് റിയാദിൽ നിന്നാണോ? സെൽഫായിട്ടാ. ഞങ്ങളും സെൽഫായിട്ടാണ്. അപ്പോൾ ലീം ഹോളിഡേയ്സ് അവിടെ നിന്ന് 9 മണിക്ക് ഇറങ്ങിയതാണ്. അവരിപ്പോഴാണ് ഇവിടെ എത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വേറെ വല്ലയിടത്തും പോയോ? ഞങ്ങൾ ബുറൈദയിലെ ഗ്രാൻഡ് മോസ്കിൽ പോയി. അവിടുന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ ഫ്രൈഡേ ഇവിടെ ഒരു ഡിയർ ഫാം ഉണ്ട്, പോയായിരുന്നോ? ഡിയർ ഫാമിലേക്ക് ശേഷം പറ്റുകയാണെങ്കിൽ പോകും. അവിടെ എനിക്ക് തോന്നുന്നു 6 മണിക്ക് ക്ലോസ് ആണ്. അപ്പോഴത്തെ പിള്ളേരൊക്കെ നിറച്ച് ഒഴിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ബോക്സ് അല്ലേ ഇത്? നിറച്ചല്ലോടാ ബോക്സ്. അവരങ്ങോട്ട് പോകുമ്പോൾ പിടിച്ചു വെക്കും കണ്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ഞങ്ങൾ വിട്ടോട്ടെ കേട്ടോ. റിയാദിലെവിടാ? ഒലയ്യ. ഓക്കെ ഓക്കെ. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഇതിനകത്ത് നിന്ന്. അതില എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്തെ എക്സ്പീരിയൻസ്? ഭയങ്കര മധുരമുള്ള മുന്തിരിങ്ങ. എല്ലാവരും വരുമ്പോൾ ഒരു സിസേഴ്സും കൂടെ കൊണ്ടുവരണം. സിസേഴ്സും പിന്നെ കവറും എടുത്തു. കാരണം ഇവിടുന്ന് ഒരു ബോക്സ് വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സാണ്. മാക്സിമം നിറയ്ക്കാം. എന്നാലും പിന്നെ ഇതിലെ വഴിയുള്ള നടപ്പ് പൊക്കമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടുവേദന തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ മൂവ് ഓൺ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. താഴെ കളയാതാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ബുറൈദ വരിക, എത്രയും പെട്ടെന്ന് ഇന്നത്തെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് വരിക. വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.